അത് കൂട്ടിട്ട് നമ്മൾ നിങ്ങൾ പോയാലും ചന്തയ്ക്കാണ് കേട്ടോ. കുറേ വേറെ തരത്തിലും കന്നും കിട്ടും, പോത്തുകളായാലും ആടുകളായാലും കിട്ടും. അപ്പോൾ നോക്കാൻ വന്നിരിക്കണ്ട. ചന്ത നടക്കുന്ന ദിവസം ശനിയാഴ്ചയാണ് കേട്ടോ. രാവിലെ 6 to 10, 12, 1 മണി വരെയും ചന്ത നടക്കുന്നുണ്ടോ. ഈ പോത്തും കുട്ടികളൊക്കെ വരുന്നതൊക്കെ ഹരിയാന, ആന്ധ്ര എന്നൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതിനൊക്കെ മിനിമം വില പറയുന്നത് 17, 18 20 വില പറയുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ച് ബാർഗൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനിയും കമ്മിയാകും കേട്ടോ. ഈ കുട്ടിക്ക് വില പറയുന്നത് SRൻ്റെ കുട്ടികളാണ് കേട്ടോ. വില പറയുന്നതൊക്കെ 20, 22 മെനി വില പറയുന്നത്. ഇതും സംസാരിച്ചാൽ 18, 15 വിലയും താത്തി ചോദിക്കുന്നവരുണ്ട്. നല്ല ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വില കമ്മിയാണ് കേട്ടോ. അപ്പോൾ പല പോത്തുകുട്ടികൾ ഹരിയാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഉണ്ടാവും, നല്ല ഉസിലുള്ള പോത്തുകുട്ടി, നല്ല ഫസ്റ്റ് ക്വാളിറ്റി പോത്തുകുട്ടി പറയാം. ഒരു ഇതുമില്ല കേട്ടോ. നല്ല പോത്തുകുട്ടികളാണ്. അപ്പോൾ നല്ല സൈസ് സാധനങ്ങളാണ് പോത്തുകുട്ടി വന്നിട്ട് ഈ വന്നിരിക്കുന്നത്. ഈ പോത്തുകുട്ടിക്ക് വില പറയുന്നത് 2 എണ്ണത്തിന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ 35 റുപ്യക്കാണ് കേട്ടോ. 2 എണ്ണമാണ്. അപ്പോൾ 17 ലെവലിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും സംസാരിച്ച് വെറുതെ ചോദിച്ചപ്പോൾ ഈ ലെവലിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കി നല്ല കുട്ടി നോക്കി പിടിച്ചു കഴിഞ്ഞാൽ സംസാരിച്ച് ഇനിയും കമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നല്ല കുറെ കുട്ടികൾ പറയും. നല്ല നോക്കി എടുക്കണം. നല്ല വാലിറക്കവും കാര്യങ്ങളൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല കുട്ടികൾ വളർത്തി കഴിഞ്ഞാൽ 1 കൊല്ലം വളർത്തിയാൽ നല്ല നമുക്ക് നല്ല വരുമാനം ആണ് കേട്ടോ. നോക്കി എടുക്കുക കേട്ടോ വരുന്നവർ. ഈ കുട്ടിക്ക് വില പറയുന്നത് 18, 20 ലെവലിലാണ് വില പറയുന്നത്. ബാർഗൈൻ ചെയ്ത് ഇനിയും കമ്മിയാവും. ബാറിങ്ങാണ് ഇവിടെ മെയിൻ കേട്ടോ. ഗവൺമെൻറ് ചന്തയിൽ ബാറിങ്ങാണ് മെയിൻ. സംസാരിച്ച് വാങ്ങണം, അതിനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ല കൊടുക്കും. ഹരിയാനക്ക് മെയിൻ പോത്തുള്ള ഏരിയ ഹരിയാന, ആന്ധ്ര. അപ്പോൾ അത് മെയിൻ പോത്തുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി പോത്തുകൾ കയറ്റി വരുന്നതൊക്കെ ഇവരാണ്. നല്ല നല്ല പോത്തുകുട്ടികളുണ്ടാവും. നോക്കി വാങ്ങണം. വളർക്കും കാര്യങ്ങളും നോക്കി വാങ്ങിയാൽ ഈ പറയുന്നതൊക്കെ ഈ ലെവലാണ് കേട്ടോ. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഈ ലെവൽ ചോദിച്ചില്ല. അപ്പം നമ്മളെ കൊണ്ട് നമ്മൾ റേറ്റ് പറയുമ്പോൾ അത് നമ്മൾ പറയുക, ബാർഗൈൻ ചെയ്ത് വാങ്ങണം. അതൊക്കെയാണ് പറയുന്നത്. ഈ കുട്ടിക്കൊക്കെ അവർ പറയുന്ന വില 25, 20 റേഞ്ചിലുണ്ട്. നമ്മൾ ഇനി സംബന്ധിച്ച് നല്ല റേറ്റ്, നല്ല മുറയിൽപ്പെട്ട ഒരു മുറ ക്രോസാണ് ഇതൊക്കെ വന്ന് നിൽക്കുന്നത്. നല്ല ഇനത്തിൽപ്പെട്ട കുട്ടിയാണ്. നല്ല ഹരിയാന മുറ ക്രോസാണ് കേട്ടോ. നല്ല നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഈ റേറ്റ് പറഞ്ഞു 20. ഇനിയും സംസാരിച്ചാൽ ഇനിയും കമ്മിയാവും. നമ്മൾ ജസ്റ്റ് ചോദിച്ചുള്ളൂ കേട്ടോ. ഇത് നോക്കി നല്ല മൂരിക്കൂട്ടമായിട്ട് അവർ കൗതുകം കണ്ടപ്പോൾ എടുത്താണ്. നല്ല ചന്തമുണ്ട്, എല്ലാം വെള്ള കളർ. നല്ല കൗതുകം കണ്ടപ്പോൾ എടുത്തതാണ്. നല്ല രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ കണ്ടോ നല്ല മൂരിക്കൂട്ടന്മാരും നല്ല സൈസ് സാധനങ്ങളാണ് കേട്ടോ നിൽക്കുന്നത്. ഒക്കെ ഹരിയാന ഈ ഭാഗത്തു നിന്ന് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതുകൊണ്ട് നല്ലൊരു എരുമക്കുട്ടിയുണ്ട്. എരുമയുണ്ട് കേട്ടോ. എരുമക്കുട്ടികളുണ്ട്. നമുക്ക് എരുമയൊക്കെ വളർത്തി പണ്ടൊക്കെയാണ് എരുമ നോക്കി കേട്ടോ. ഇപ്പോഴും എരുമക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് എരുമക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി എടുക്കട്ടോ. കറവ മാടുകളും നല്ല മാട്ടുകുട്ടികൾ കേട്ടോ. പെറ്റ് വളർത്തുള്ള മാട്ടുകുട്ടികളൊക്കെ ഉണ്ട്. അത് നോക്കാം. ഓക്കെ അപ്പം
റേറ്റിലുള്ള മാട്ടുക്കുട്ടികൾ, നല്ല പാകത്തിലുള്ള മാട്ടുക്കുട്ടികളും എരുമക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വാങ്ങാം. ചെറിയ നമ്മൾ കൈക്ക് ഒതുങ്ങുന്ന പാകത്തിൽ ഒക്കെ പറ്റിയ റേഞ്ചിലും വിലയിലും പറ്റിയ സാധനങ്ങളുണ്ട്. മാട്ടുക്കുട്ടി ഉണ്ട്. അതൊക്കെ ഈ കാണുന്ന നല്ലൊരു മൂരിക്കൂടനുണ്ടാവും. നല്ല കാര്യം മൂരിക്കൂടനുണ്ട്. ഇതിന് വില പറഞ്ഞ് 55 രൂപ വില പറയുന്നത്. കച്ചവടം ആയെന്ന് തോന്നുന്നുണ്ട്. കച്ചവടം സംസാരിക്കുന്നവർ 55 രൂപ പറയുന്നുണ്ട്. നല്ല പാമ്പ് റേറ്റിലൊക്കെ തട്ടിക്കളയവർ കേട്ടോ. ക്രോസിങ്ങിന് പറ്റിയ മൂരിക്കൂട്ടനാണ് കേട്ടോ. ബ്രീഡിങ് ചെയ്യുക. നല്ല മൂരിക്കൂട്ടന്മാരാണ്. അതിനൊക്കെ അതിന് വാങ്ങിയിട്ട് പോകണം. മെയിനായിട്ട് നല്ല എന്തിവിടെ മൂരിക്കൂട്ടി, കാര്യം മൂരിക്കൂട്ടി കേട്ടോ. ഈ പോത്തുകൂട്ട് റേറ്റ് ചോദിച്ചപ്പോൾ 30,000 രൂപ പറഞ്ഞു കേട്ടോ. കച്ചവട പോത്തുകൂടാണ് ജോഡി 2 ഉണ്ടാവും. 2,30,000. അപ്പോൾ ഒന്ന് 15 രൂപ. ഏകദേശം കുഴപ്പമില്ല, റേഞ്ച് കുഴപ്പമില്ല. പക്ഷെ അവർ സംസാരിച്ചിട്ടുണ്ടാവില്ല. വാങ്ങിയായിരിക്കും. നല്ല അത്യാവശ്യം നല്ല മീനുകൾ പറഞ്ഞു. നല്ല ഉസിലുണ്ടാണ്ട, നല്ല ഉസിലുള്ള പോത്തുകൂട്ടുകളാണ്. വാട്ടമൊന്നും അടിയിട്ടില്ല. നമുക്ക് മാട് വാങ്ങണമെങ്കിൽ കറ നോക്കി വാങ്ങാം കേട്ടോ. മാട് തട്ടേ കിട്ടുകയൊക്കെ നോക്കി നല്ല പാലിൻ്റെ കൊഴുപ്പും നോക്കി നല്ല സെറ്റ് മാടുകൾക്ക് വാങ്ങാൻ. മാടുകളുണ്ട്, പെറ്റ മാടുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നോക്കി വാങ്ങാം കേട്ടോ. നല്ല കറ നോക്കണം. മാട് പാല് പീച്ച് നോക്കിയിട്ട് മാട് വാങ്ങുന്നു കേട്ടോ. ഓക്കെ, നല്ല 2 മൂരിക്കൂട്ടന്മാരെ, നല്ല മൂരിക്കൂട്ടന്മാരാണ് കേട്ടോ. 2 സെറ്റ് സാധനങ്ങളാണ്. വളർത്തിക്കാൻ എന്തായാലും 2 കൊല്ലം വളർത്തിക്കാൻ നല്ല സൈസ് ഹെവി ലൈവ് സാധനങ്ങളാണ് കേട്ടോ. നല്ല ക്രോസിങ്ങിനായാലും ഒന്ന് ഗെറാണ്. ഇപ്പോഴത്തെ ചുവൽ നിൽക്കുന്നത് ഗെറിനൊരു ക്രോസാണ്. നല്ല സാധനങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് ഈ പോത്തുംകുട്ടൻ വില ചോദിച്ചപ്പോൾ പറഞ്ഞ് 18, 15, 13 മൂട്ടി അപ്പുറം നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇത് താഴുമ്പോൾ അതിനനുസരിച്ച് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോത്തുകൾ പോകുന്നുണ്ടാവും. അപ്പോൾ വില മുട്ടി നിൽക്കുന്ന ആൾക്കാർ അപ്പുറം നിൽക്കുന്നവർക്കൊക്കെ സംസാരിച്ചുമാരായിട്ടോ. പോത്തുകുട്ടികളൊക്കെ നോക്കിയാൽ പോത്തുകൾ വാങ്ങാൻ നിൽക്കണുണ്ടോ, വരുന്ന ആൾക്കാർ നിൽക്കണുണ്ടോ. ഒക്കെ നല്ല നല്ല പൊതു വാങ്ങി പിടിച്ച് നോക്കി നടത്തി നോക്കി പോത്തുകൾ വാങ്ങിയെടുക്കാം. അവിടെ പോയിട്ട് നല്ലതാണ് അയച്ച് നോക്കണവർ അയച്ച് മാറ്റി കൈ പിടിച്ച് തരുന്ന നോക്കിയോ. നല്ല ഉസിലുള്ള പോത്തുകൂട്ടന്മാരാണ്. നല്ല പോത്തുകൂട്ടന്മാരാണ്. കൊമ്പ് വളർച്ചയില്ല, നല്ല ഉസിലുള്ള കൊമ്പയില്ല കണ്ട. ചെറിയ ചെറിയ പൊടി കൊമ്പുകളാണ്. കൊമ്പ് വളർച്ചയില്ല, നല്ല വാലിറക്കുള്ള കുട്ടികൾ ഉണ്ടാ. ഉസിലുള്ള കുട്ടന്മാരാണ്. നമ്മൾ വാലിറക്കുന്ന പറയും. ഇതാണ് വാലിറക്കം. മുട്ടിന് താഴെയുണ്ട് വാലിറക്കണ്ട. നല്ല ഇറച്ചി വയ്ക്കുന്ന കുട്ടികൾ. 1 കൊല്ലം ആകുമ്പോഴേക്കും നല്ല സുമാറ് ഇറച്ചിയാകണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ വീഡിയോ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നല്ലൊരു വെട്ടുപോത്ത്, നല്ല ബാഹുബലി ഐറ്റം അല്ല. ഇന്ന് കൊന്തുന്നോളം കൊമ്പ് നോക്ക്, ഒരു 2-3 അടി കൊമ്പനെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോസിനായി വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.